നിങ്ങൾ എന്നാ ചെയ്യുന്നേ? നിങ്ങൾ എന്നെ പഠിപ്പിക്കുന്നേ? എന്നെ കാണിക്കുന്നേ? എന്റെ മേത്ത് തൊട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ പഞ്ചർ എടുത്തോട്ടെ. എന്റെ മേത്ത് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ എന്റെ മേത്ത് കൈ തൊട്ടെ പറയാതെ പറഞ്ഞു. എന്റെ മേത്ത് കൈ തൊട്ടാൽ നിങ്ങൾ പോയില്ല, ഉറപ്പായിട്ടും ഇടിച്ച് ചമ്പുലിയാക്കാൻ. എന്നാ നിങ്ങൾ എന്താ ചെയ്യാ? നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്യാ. നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയായിട്ട് ബന്ധപ്പെട്ട് ഹാർഡ് ഫാർമർ എന്ന് പറയുന്ന ചാനൽ നടത്തുന്ന സിജോയെ കാണാനായിട്ട് വന്നതാണ്. ഇന്ന് സിജോയുടെ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ ഞാൻ ഇതിനകത്ത് പ്രവർത്തിക്കണമെന്ന് നീ മര്യാദയ്ക്ക് നിങ്ങൾ എന്നാ ചെയ്യുന്നേ? നിങ്ങൾ എന്നെ പഠിപ്പിക്കുന്നേ? നീ എന്നെ എന്നെ കാണിക്കുന്നേ? നിങ്ങളെ ആണ്ട് അടിക്കാനൊക്കെ വരുന്നില്ല, എന്താ സംഭവം? അത് ഞാൻ ബിജുവിൻ്റെ മരണാനന്ദ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ലൈവ് പ്രോഗ്രാമായിട്ട് ചെയ്യാനായിട്ട് ചെന്നാണ്. അത് എൻ്റെ രാവിലെ തന്നെ ഒരു 6 മണി മുതൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ചാനലിൽ കുടുംബത്തിലെ ആൾക്കാർ നമ്മളെ വിളിച്ച് പറഞ്ഞു, സിജോ അവിടെ ഉറപ്പായിട്ടും പോകണം, അവിടെയുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങൾ കാര്യങ്ങൾ എടുക്കണം. കാരണം ഇങ്ങനൊരു അവസ്ഥ തൊടുപുഴയെ സംബന്ധിച്ചത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യങ്ങളല്ല. കാരണം കഴിഞ്ഞ നാളുകളിൽ ഷൈനിയുടെ വാർത്തകൾ നടന്നതിൻ്റെ ഏകദേശം 1 കിലോമീറ്റർ അകലെയായിട്ടാണ് തന്നെയാണ് ഈ ബിജുവിൻ്റെ ഈ സംഭവം നടന്നിരിക്കുന്നത്. അടുത്ത് തന്നെയാണ്. അപ്പം ആ ഇടവകയാണ്, ഒരു ഇടവക തന്നെയാണ്. ഷൈനിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് അങ്ങോട്ട് ഓടിക്കയറി വന്ന ആ ആംബുലൻസിൻ്റെ ഓണറാണ് കൊലയ്ക്ക് ഇരയാക്കുന്നത്. ഇതുവരെ ആംബുലൻസിലായിരുന്നോ ഷൈനിയുടെ ബോഡി? തീർച്ചയായിട്ടും. അന്ന് ലൈവ് കണ്ട 3 ആംബുലൻസും ഇപ്പോൾ ആ ബിജുവിൻ്റെ ആംബുലൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ലൈവ് ചെയ്യാനായിട്ട് ഞാൻ അങ്ങോട്ട് ചെന്നപ്പം എന്നോട് പറഞ്ഞു ഇവിടെ ലൈവ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് നമ്മൾ വീടിൻ്റെ അപ്പോൾ തന്നെ എന്നാൽ ഓക്കെ ഏട്ടാന്ന് പറഞ്ഞു നമ്മൾ പുറത്തേക്ക് വീടിൻ്റെ മുറ്റത്ത് നിന്നായിരുന്നു. ഞങ്ങളും ചെന്നിരുന്നു, അതുപോലെ 24-ഉം ചെന്നിരുന്നു. അപ്പോൾ ആർക്കും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളും പുറകോട്ട് പോരുമായിരുന്നു. അപ്പോൾ നിങ്ങളതുപോലെ പുറകോട്ട് പോകുന്നു? തീർച്ചയായിട്ടും. ഞാൻ അതിനുശേഷം കുറച്ച് മുമ്പോട്ട് വന്നിട്ട് ആ വീടിൻ്റെ ഏരിയ എല്ലാം കാണിച്ചുകൊണ്ട് നമ്മൾ ലൈവ് ഓണാക്കി. ഫ്രണ്ടിലെ റോട്ടിലാണ്. റോഡ് ഒരു വഴി പാല റൂട്ടും മറുവഴി കൂത്താട്ടുളം റൂട്ടുമാണ്. അപ്പോൾ റോട്ടിൽ വന്നിട്ട് അവിടെയുള്ള ആൾക്കാരുടെ പ്രതികരണങ്ങൾ നമ്മൾ ഇങ്ങനൊരു അവസ്ഥ, നമ്മുടെ ഈ നാട് ഇങ്ങനെ ദുരവസ്ഥ ഇങ്ങനെ ഉണ്ടായതിനെ സംബന്ധിച്ച് ജസ്റ്റ് ആൾക്കാരെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവരുമായിട്ട് ഒരു ജസ്റ്റ് ടോക്കിങ്ങിൽ ഏർപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഒരു 5-10 പേരെ ഞാൻ ആ സ്പോട്ടിൽ തന്നെ അവിടെ ആ ഏരിയയിൽ തന്നെ, അതായത് ഈ ബിജു അന്ന് രാവിലെ ചായ കുടിക്കാനായിട്ട് അതായത് പുറത്തേക്ക് ഇറങ്ങിയ ആ വഴികളിൽ കൂടെ ഞാൻ ലൈവ് ഇട്ട് ഞാൻ അതേ വഴി സഞ്ചരിച്ചു. തൊട്ടടുത്ത് നിങ്ങളുടെ മരണ വീട്ടിലല്ല? അല്ലല്ല, അതായത് അവർ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പുറത്തു വന്നത്. അതെ, ഈ ബിജു നടന്നു പോയ അതേ വഴികളിൽ കൂടെ ഞാൻ അവിടുന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നുപോയി. പഞ്ചവടി പാലത്തിൻ്റെ അങ്ങോട്ട് ലക്ഷ്യമാക്കിയാണ് പോയത്. പഞ്ചവടി പാലത്ത് വെച്ച് പഞ്ചവടി പാലത്തിൻ്റെ അവിടെയാണ് പുള്ളി ചായ കുടിക്കാനായിട്ട് തന്നെ. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് വഴിയെ വന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ കരഞ്ഞു നിലവിളിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അവർ വീട്ടിൽ ചെന്നപ്പോൾ കൊച്ചാണെങ്കിൽ ആ പെട്ടിയിലേക്ക് കണ്ടമാനം കിടന്ന് കരയുക. കാരണം വളരെ ആ പെട്ടിക്കകത്തുനിന്ന് സ്മെല്ലായിട്ട് വമിക്കുന്നുണ്ട്. ഞാൻ പറയാൻ എനിക്ക് വാക്കുകളില്ലത്. അങ്ങനെ ഒരു വളരെ ഫീലിംഗ് ആയിട്ടൊരവസ്ഥ. അതിൻ്റെ മുകളിൽ ആ കൊച്ച് 8-9 വയസ്സുള്ള ഒരു കൊച്ച് കമന്ന് കിടന്ന് പപ്പ എണീറ്റ് വാന്ന് പറഞ്ഞുകൊണ്ട് ആ കിടന്ന് കരയുന്നൊരവസ്ഥ നമുക്ക് സഹിക്കാൻ പറ്റിയില്ല. ഏത് മനുഷ്യൻ്റെ ആണെങ്കിലും എത്ര ക്രൂവൽറ്റി മൈൻഡുള്ള ആൾക്കാരാണെങ്കിലും എത്ര ക്രൂവൽറ്റി മൈൻഡുള്ള ആൾക്കാരുടെ ആണെങ്കിൽ അവർ കണ്ണലിയിപ്പിക്കും. നമ്മൾ കണ്ടിട്ട് ആ ഒരു അവസ്ഥ ജനങ്ങളിലേക്ക് ഇങ്ങനൊരു അവസ്ഥ, ഈ ഒരു അവസ്ഥ വലിയ ഭീകരമായൊരു അവസ്ഥയാണ്. അത് ഗുണ്ടകളുടെ വിളയാട്ടം. ഈ തൊടുപുഴ ഗുണ്ടകളുടെ വിളയാട്ട ഭൂമിയായിട്ട് മാറിയിരിക്കുകയാണ്. പേര് പോലും കേട്ടിട്ട് കണ്ണൂരിൽ നിന്ന് വരെയോടെ ഗുണ്ടകൾ ഇവിടെ വന്നിട്ട് ജോലിക്കായിട്ട് വന്നിട്ട് ഇവിടെ വണ്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നു കണ്ണൂരൊക്കെ വലിയ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ നാട്ടിൽ ജോലിക്കായിട്ട് വന്നാന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഈ ബിജുവിൻ്റെ ഡ്രൈവറായിട്ടും അതിനുശേഷം അതിനുശേഷം മാനേജറായിട്ടും ഇവിടെ ബിജുവിൻ്റെ ഒപ്പം 1 വർഷക്കാലം ഉണ്ടായിരുന്നു. പിന്നെ ഇവർ തമ്മിൽ എന്തോ നിസ്സാരസ്യം ഉണ്ടായി, ഒരു മനസ്സുകൊണ്ട് അകൽച്ച ഉണ്ടായി. അത് കഴിഞ്ഞ് നേരെ പോയി ഇവർ ജോലിക്കായിട്ട് പോയത് കൊലപാതകം ചെയ്ത ഈ കേറ്ററിംഗ് സർവീസ് നടത്തിയ ആളുടെ വീട്ടിലേക്കാണ്. അപ്പോൾ അവരുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് ഈ കൊലപാതകത്തിലേക്ക് പോകാനുള്ള ഒരു മുന്നൊരുക്കം എന്ന രീതിയിൽ അങ്ങനെയാണ് ഈ ദേവമാതാ കേറ്ററിംഗിൻ്റെ ഓണറായ ജോമോനുമായിട്ട് പരിചയമുണ്ട്. അപ്പോൾ അവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ലൈവ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഈ 24 പോലെയുള്ള അത്രയും വലിയൊരു ജനശ്രദ്ധയെ ആകർഷിക്കും. നമ്മളൊക്കെ ഒരു ചെറിയ ചാനലാണ്. 24 പോലെ ഒരു വലിയ ചാനലുകാരനെ അവിടുന്ന് ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, ഇവിടെ ലൈവ് ഇടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഒഴിവാക്കി. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ഇങ്ങനെയുള്ള തൊടുപുഴയിൽ ഇതുപോലെയുള്ള ഗുണ്ടാ വിളയാട്ടങ്ങൾ നടന്നതിനെ സംബന്ധിച്ചൊരു വാർത്ത എടുക്കാനാണ് മെയിനായിട്ട്.
ഇങ്ങനെയുള്ള അവസ്ഥകൾ ഇനി നാടിനുണ്ടാകരുത്. അതിന് ചാനലുകാർ ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇതിന് പരിസമാപ്തി കുറിക്കാൻ പോകുള്ളൂ. അതാണ് ചേട്ടൻ ഈ ചെങ്ങന്നൂരിൽ നിന്ന് ഈ ചേട്ടന് രാവിലെ തന്നെ എനിക്ക് തോന്നുന്നു 6 മണിക്ക് തന്നെ ഡ്രൈവ് ചെയ്തല്ലേ. ഞാൻ ചോദിച്ചു ചേട്ടനോട് എപ്പോഴാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ 6 മണിക്ക്. എത്രയും ദൂരേന്ന് ഈ കേരളീയം പോലെ ഒരു ന്യൂസുകാരൻ ഇവിടെ വന്നെങ്കിൽ ഈ നാട് ഇന്നല്ലെങ്കിൽ നാളെ നന്നാവും എന്നൊരു പ്രതീക്ഷയിലാണ് വന്നത്. നമ്മളും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹം കാണിച്ചത്. നിങ്ങളോട് ചെന്നപ്പോൾ നിങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിപ്പോന്നു. പിന്നെന്താ സംഭവിച്ചത്? പിന്നെ ഞാൻ ബിജു നടന്ന വഴിയാണ് ഞാൻ ലൈവ് ഇട്ട് ഞാനങ്ങ് പോയി. ഒരു 100 മീറ്ററോടെ ചെന്നപ്പോഴത്തേനും കണ്ടാൽ അറിയാത്ത കുറച്ച് ആൾക്കാർ വന്നിട്ട് കണ്ടാൽ അസഭ്യം അറിയാതെ. നിങ്ങൾ തൊടുപുഴക്കാരാണ്, നിങ്ങൾ കണ്ടിട്ടില്ല ഈ ആൾക്കാരെ? ഞാൻ ആരെയും അറിയില്ല, ഇവർ ആരെയും എനിക്ക് പരിചയമില്ല. ഗുണ്ടകളാണോ? ഗുണ്ടകളാണെന്ന് എനിക്ക് തോന്നുന്നു. അവർ അടിക്കാനായിട്ട് കയ്യും ഒക്കെ ഓങ്ങി മുഖത്തിനിട്ട് തല്ലാനാക്കി ആയിട്ട് വന്നു. ഞാൻ പറഞ്ഞു ചേട്ടാ നിങ്ങൾ പറച്ചിൽ വേണമെങ്കിൽ എന്തേലും വേണേലും പറഞ്ഞു, പക്ഷേ എൻ്റെ ശരീരത്ത് കാരണം ഈ നാടിൻ്റെ ഇങ്ങനെയൊരു അവസ്ഥ ഇനി നാട്ടിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇതിങ്ങനെയുള്ള അവസ്ഥകൾ ഇങ്ങനെയുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ജനോപകാരപ്രദമായ വീഡിയോ ആയിട്ടാണ് ഹാർഡ് ഫാർം എന്ന ചാനൽ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അല്ലാതെ ഇതുകൊണ്ട് വേറെ ഒന്നും അല്ല ചേട്ടാ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് തെറ്റിപ്പറ്റിപ്പോയി എന്ന് പറഞ്ഞു. നിന്നോട് ആരാടാ ഈ നാട്ടിൽ വരാൻ പറഞ്ഞതെന്നാണ് ചോദിച്ചത്. ഇവിടുന്ന് പോടാ, നാട് വിട്ട് പോടാ, അല്ലെങ്കിൽ നിന്നെ ചവിട്ടിക്കൂട്ടി നിന്നെ കനാലിൽ ഒഴുക്കി വിടും. വെള്ളം ഒഴുകുന്ന കണ്ടില്ലേ, തള്ളി മറിക്കാനായിട്ട് പറഞ്ഞു, കയ്യുമായിട്ട് വന്നു. ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ മേത്ത് തുടരുത്. ഈ നാടിന്റെ വിഷയത്തിൽ ഞങ്ങൾ നിങ്ങൾ മാറി ഓഫ് ചെയ്യാം. നിങ്ങൾ എന്റെ അടുത്ത് വന്ന് നിന്നിട്ട് ലൈവ് ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ ഓഫ് ചെയ്യില്ല. എന്റെ മേത്തോടെ ഉറപ്പായിട്ട് ഞാൻ തിരിച്ച് പ്രതികരിക്കും. നിങ്ങൾ ഈ കാണുന്ന പറച്ചിലൊന്നും ആയിരിക്കില്ല, നീ കാണുന്ന മുഖമൊന്നും ആയിരിക്കില്ല, ഇതിനപ്പുറത്തേക്ക് വേറെ ഒരു മുഖമുണ്ട്. അത് കാരണം എൻ്റെ മേത്ത് തൊടാനായിട്ട് സമ്മതിക്കാമെന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞു ലൈവ് ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ലൈവ് ഓഫ് ചെയ്യാം. ആദ്യം പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ലൈവ് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം പെട്ടെന്ന് തന്നെ ലൈവ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് അവർ പെട്ടെന്ന് തന്നെ ഒരു വിഷമമാവുമല്ലോ. അത് കാരണം നിങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കുക. നിങ്ങൾ മാറിയിട്ട് ഞാൻ ലൈവ് ഓഫ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് അവരോട് മാറാൻ പറഞ്ഞു. ഞാൻ കുറച്ച് മാറി. അത് കഴിഞ്ഞിട്ട് ലൈവ് ഓഫ് ചെയ്തു. ലൈവ് ഓഫ് ചെയ്ത് തന്നെ വീണ്ടും കൊള്ളാവുന്ന അറച്ച വർത്താനം, ഒരിക്കലും ഒരു മനുഷ്യൻ പോലും കേട്ടാൽ കൊള്ളുകയാത്ത ഹീനമായ വർത്താനങ്ങളാണ് പറയുന്നത്. വധഭീഷണി വരെയോടെ എന്നെ പറഞ്ഞു, നിന്നെ കൊല്ലൂടാ, നിന്റെ വീട്ടിൽ വന്ന് ബോംബ് ഇടൂടാ, നിന്നെ ജീവിക്കാൻ അനുവദിക്കുകയല്ലടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവന്മാർ തന്നെയാണ് ഈ ഗുണ്ടകളെന്ന്. ഇവന്മാർ തന്നെയാണ് ഈ ഗുണ്ടകൾ. ഇത് ബിജുവിൻ്റെ ഗുണ്ട, തീർച്ചയായിട്ടും ബിജുവിൻ്റെ ഗുണ്ടകൾ. എനിക്കിട്ട് നാട്ടുകാർക്കാണല്ലോ ലൈവ് പോണത്. നീ നിർത്ത്, എങ്ങോട്ടാ പോണത്? നീ നിർത്ത്. ഈ ഏരിയയായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ എടുക്കാനും ജനങ്ങളുടെ വിഷമങ്ങൾ ഈ ലോകം മൊത്തം അറിയിക്കാനായിട്ടാണ് ഞാൻ വന്നത്. ഇത് ആരും താത്തി കെട്ടാനോ മോശക്കാരനാക്കാനോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. നന്മയുടെ പാതയിലാണ് ഹാർഡ് ഫാർം എന്ന ചാനൽ മുന്നോട്ട് പോകുന്നത്. ഇനിയുള്ള കാലങ്ങളും അതുപോലെ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ലൈവ് കണ്ടിട്ടാണ്, ലൈവിനകത്ത് അവസാന ഭാഗം വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നത് കണ്ടു. സിജോയെ അടിക്കാനൊക്കെ ശ്രമിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ സിജോയെ വിളിച്ചത്. അപ്പം ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ഈ വിഷയങ്ങൾ അന്വേഷിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ജനങ്ങളോട് ചോദിക്കുമ്പോൾ ജോമോനെക്കുറിച്ചും ബിജുവിനെക്കുറിച്ചും മോശമായ അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല. ബ്ലേഡ് ഒക്കെ നടത്തുന്നുണ്ട് ബിജു എന്ന് പറയുന്നുണ്ടായിരുന്നു. അല്ലാതെ വേറൊന്നും ഞങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയിട്ടില്ല. ഏതായാലും ഒരു ചാനലുകാരൻ ഏറ്റവും നല്ല രീതിയിൽ, അതായത് തൊടുപുഴ പോലെയുള്ള കാർഷിക സമൃദ്ധിയുള്ള ഒരു പ്രദേശത്ത് കർഷകരുടെ പ്രശ്നങ്ങളുമായിട്ടാണ് സിജോ ഈ ചാനലുമായിട്ട് മുന്നോട്ട് വന്നത്. അതിനുശേഷം ഇവിടുത്തെ നമ്മുടെ ഷൈനിയുടെ പ്രശ്നം പോലെയുള്ള പ്രശ്നങ്ങളിൽ ഭയങ്കര ശക്തമായിട്ട് ഇടപെട്ട് രഹസ്യങ്ങൾ വെളിയിൽ കൊണ്ടുവന്ന് ആദ്യത്തെ ആളാണ്. ഞങ്ങൾക്ക് ഈ വരുമ്പോൾ ഹാർഡ് ഫാർമർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ മർദ്ദിക്കാൻ ശ്രമിക്കുന്നത്? അദ്ദേഹം റോഡിൽ ഇറങ്ങിപ്പോയ ആളല്ലേ, പിന്നെ അദ്ദേഹത്തെ പുറകെ പോയി ആക്രമിക്കേണ്ട ആവശ്യമില്ലല്ലോ. ലൈവ് ഓഫാക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മർദ്ദനമേറ്റേനെ എന്നുള്ളത് 100% ഉറപ്പാണ്. ഏതായാലും സിജോ ലൈവ് ഓഫ് ചെയ്യാഞ്ഞത് നന്നായി. ഏതായാലും ബിജുവിനെ സംബന്ധിച്ചൊരു പോസിറ്റീവായിട്ടുള്ള സ്റ്റോറി ചെയ്യാനായിട്ട് വന്ന ഒരാളിനെ അദ്ദേഹം ഈ അറിഞ്ഞ സത്യങ്ങളൊക്കെ വിളിച്ചു പറയേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ട് എത്തിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും അത് ചാനലുകാരോട് കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട്. കാരണം അങ്ങനെ മോശമായിട്ടുള്ള ചാനൽ വാർത്തകൾ സൃഷ്ടിക്കുന്ന ഒരാളല്ല ഇദ്ദേഹം. വീട്ടിൽ ചെന്നപ്പോൾ മഞ്ജുവിൻ്റെ ആങ്ങളെ എന്നോട് പറഞ്ഞു വീടിൻ്റെ മുറ്റത്ത് നിന്ന് ഇറങ്ങിപ്പോകാൻ, ഇവിടെ ലൈവ് ഇടാൻ പറ്റിയിരുന്നു. വീടിൻ്റെ മുറ്റത്ത് ജസ്റ്റ് ആ പെട്ടിയായിട്ട്, അതായത് ഈ ബിജുവിനെ
പരിക്കാത്തുനിന്ന് മുറ്റത്തേക്ക് ഇറക്കി കൊണ്ട് കിടത്തുന്ന ആ ഒരു വേഷം എടുക്കാനായിട്ട് ഞാൻ ഒരു വീഡിയോ എടുക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ പറഞ്ഞു വീഡിയോ ഇറങ്ങി പോകാൻ പറഞ്ഞു. ഭയങ്കര ഒച്ചയിലാണ് അങ്ങനെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറയാം, ആ സമയത്ത് പറയാം ഞാൻ ചോദിച്ചു. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഈ പറഞ്ഞ ആങ്ങളയ്ക്ക് ധൈര്യമായിട്ട് എന്നോട് കാണിച്ച ആ തൻ്റെ അടുത്തോടുകൂടി പറയാൻ കാണിച്ച ആർജവം പറഞ്ഞ ഈ കടം മേടിച്ച ആളുടെ അടുത്ത് കാണിച്ചായിരുന്നു പണ്ടേ കിട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ 24 ന്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു കന്യാകുമാരി തൊട്ട് അങ്ങനെ കാസർഗോഡ് വരെ യാത്രയിലാണ്. ലഹരി മുക്ത തീവ്ര പരിപാടിയുമായിട്ട് അവൻ്റെ മുന്നോട്ട് പോകുന്നത്. ധാരാളം വീട്ടമ്മമാരൊക്കെ ചെന്ന് ശ്രീകണ്ഠൻ നായർ സാറിനടുക്കെ ചെന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു ചാനലിനെയൊക്കെ അവിടെ നിന്ന് ഓടിച്ചുവിടത്തക്ക ഒരു കാര്യത്തിൽ അത്രമാത്രം നിഗൂഢത എന്താണ് ബിജുവിന് സൂക്ഷിക്കാനുള്ളത്? അത് മാത്രമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഞങ്ങളോട് പറഞ്ഞു ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഞങ്ങളത് പോരുകയും ചെയ്തു. അവർ ഞങ്ങൾക്ക് ലൈവിൻ്റെ ലിങ്ക് തന്നു. ഞങ്ങൾ ഓക്കെ അത് മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ ലൈവിൻ്റെ ലിങ്കിന് എടുത്തോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോരുകയും ചെയ്തു. ഞങ്ങളല്ലാതെ അവിടെ നിന്നില്ല. ഏതായാലും അത് വളരെ മോശമാണ് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.